ഗൈസ്, നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സ്റ്റോക്ക് എന്താണെന്നുള്ള കാര്യം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഒരു കമ്പനി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനി പറയാം നിങ്ങൾക്ക്. ഇപ്പോൾ ഉദ്ദേശം മാർക്കറ്റിലുള്ള ഒരു കമ്പനി, ഒരു മാരുതി തന്നെ കൂട്ടിക്കോട്ടെ. മാരുതിയുടെ കുറേ സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാം. റോഡിലൂടെ കുറേ മാരുതികൾ, കാറുകൾ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മാരുതിയുടെ ഒരു ഷെയർ വാങ്ങിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരുന്നത്. സപ്പോസ് ഈ മുന്നിലിരിക്കുന്ന കേക്ക് കണ്ടില്ലേ, ഇത് മാരുതി കമ്പനിയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാരുതി കമ്പനീനെ ഞാൻ 10 ഈക്വൽ പീസസ് ആയിട്ട് മുറിക്കുകയാണ്. ഓക്കെ, ഇത് മാരുതി കമ്പനിയാണ്, ഇതിനെ 10 ഈക്വൽ പീസായിട്ട് മുറിക്കുകയാണ്. ഈ മാരുതി കമ്പനി, അതായത് ഈ കേക്കിൻ്റെ വില 100 രൂപയാണ്. അപ്പോൾ ഈ മാരുതി കമ്പനിയുടെ വില 100 രൂപയായിട്ട് കണക്കാക്കുക. എന്നിട്ട് ഞാൻ ഇതിനെ 10 ഈക്വൽ പീസായിട്ട് മുറിക്കുകയാണ്. ഇത് എത്ര ഈക്വലാക്കി മുറിക്കുന്നുണ്ടോ എന്ന് നോക്കണ്ട നിങ്ങൾ. അപ്പോൾ 10 ഈക്വൽ പീസായി മുറിച്ചു. അപ്പോൾ 10 അങ്ങനെ മാരുതി കമ്പനി ഞാൻ 10 ഈക്വൽ പീസസായിട്ട് മുറിച്ചു. അപ്പോൾ 100 രൂപയുള്ള സാധനത്തിനെ ഞാൻ 10 ഈക്വൽ പീസായി മുറിച്ചാൽ എന്തായി? ഒരു പീസിന് നമുക്ക് എത്രയായി? 100 ഡിവൈഡ് ബൈ 10 രൂപ. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ മാരുതി കമ്പനിയുടെ വില 100 രൂപയാണെങ്കിൽ അതിനെ 10 പീസായി മുറിച്ചപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ വില 10 രൂപയായി. അപ്പോൾ മാരുതിയുടെ ഒരു ഷെയറിൻ്റെ വില എത്രയായി? 10 രൂപയായി. അപ്പോൾ ആ ഒരു 10 രൂപ കൊടുത്തിട്ട് നിനക്ക് വേണേൽ ആ കഷ്ണം വാങ്ങിക്കാം. ഈ കഷ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 10 രൂപ കൊടുത്തിട്ട് മേടിക്കാം. അപ്പോൾ ഈ ഒരു കഷ്ണം നിങ്ങൾ കയ്യിൽ മേടിച്ച് കഴിഞ്ഞാൽ, 10 രൂപ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താകാം? മാരുതി കമ്പനിയുടെ ഒരു ഉടമയാകാം. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഈ കേക്കിന് മാരുതി കമ്പനിയായിട്ട് കണക്കാക്കുക. അപ്പോൾ ഈ ഒരു കഷ്ണം നിങ്ങൾ 10 രൂപ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ ഒരു ഷെയർ, മാരുതിയുടെ ഒരു ഷെയർ വാങ്ങിച്ചതിന് തുല്യമാണ്. അപ്പോൾ നിങ്ങൾ മാരുതി കമ്പനിയുടെ ഉടമസ്ഥാവകാശം നിങ്ങളുടെ കയ്യിൽ വന്നതായി. അത്രയേ ഉള്ളൂ. സിമ്പിളായി പറഞ്ഞാൽ ഇത്രയാണ് ഷെയർ മാർക്കറ്റ്. താങ്ക് യു ഗൈസ്.